ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി തമിഴ് മൂവിയാണ്. ഗരുഡൻ എന്നാണ് മൂവിയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഞാൻ കണ്ടത്. ഇത് തമിഴ് കൂടാതെ തെലുങ്ക് ഭാഷ നമ്മൾ റിലീസ് ചെയ്തിരുന്നു. ഗരുഡനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആക്ഷൻ മൂവിയാണ് ഗരുഡൻ. അതായത് കുറച്ചും ഒരു ഡ്രാമാറ്റിക് ആക്ഷൻ മൂവി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതായത് വേറെ വളരെ സ്ലോയിൽ പോകുന്നു അല്ലെങ്കിൽ ഒട്ടും ബോറടിപ്പിക്കാതെ എൻകറേജ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന വളരെ മികച്ചൊരു മൂവി വേണമെങ്കിൽ ഒറ്റ വാക്ക് ഗരുഡനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ഡയറക്ഷൻ എൻ്റെ റൈറ്റിംഗ് ചെയ്തിട്ടുള്ളത് ദുരൈ സെന്തിൽകുമാറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത് വെട്രിമാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇതിന് അവകാശം വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാശ് നോക്കിക്കഴിഞ്ഞാൽ സൂരി, ശശികുമാർ, ഉണ്ണിമുകുന്ദൻ, ശുഭദ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാശിങ്ങായി വന്നിട്ടുള്ളത്. സമുദ്രകനിയും മറ്റൊരു ഇമ്പോർട്ടൻ്റ് റോൾ വരുന്നുണ്ട്. ഗരുഡനെ കുറിച്ച് പറയുമ്പോൾ ഗരുഡൻ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഒരു സ്റ്റോറിയുടെ കഥ പറയുന്നതാണ്. അതായത് പോലീസുകാരൻ രാജിവെക്കാൻ ഒരുങ്ങുന്നു. രാജിവെക്കുന്ന കാരണങ്ങൾ അയാൾ എഴുതി കൊടുക്കുന്ന ഒരു നാടുമായി ബന്ധപ്പെട്ട അതിൻ്റെ അമ്പലവും ചരിത്രവുമായി ബന്ധപ്പെട്ട കഥയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. തുടക്കം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സ്ഥിരം പടത്തിലെ പോലെ തന്നെ രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്നത് വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി എൻകറേജിങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എസ്പെഷ്യലി സൂര്യ, ഉണ്ണിമുകുന്ദൻ, ശശികുമാർ തുടങ്ങിയ എൻഡ്രോസിനും കൂടി തന്നെ ഗംഭീരമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പകുതി വരെയും വിജയിച്ചെന്ന് തന്നെ വിശേഷിക്കാൻ സാധിക്കും. കാരണം ഒരു അമ്പലമുണ്ട്, അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ആ സ്ഥലം വേണം. സ്ഥലത്ത് വർഷങ്ങൾക്ക് ശേഷം പണ്ടത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. അതായത് ഒരു സ്വർണം അമ്പലത്തിൻ്റെ ആഭരണങ്ങൾ ഒരു ലോക്കറിൽ വയ്ക്കുന്നു. ഉത്സവ സമയത്ത് കൊണ്ടുവരുന്നു. പ്രധാനപ്പെട്ട ഒരു പൊരുൾ ഇരിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണം, ഒരു ആധാരം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷം സാധിക്കും. അതിന് വേണ്ടി നടക്കുന്നതൊക്കെയാണ് പ്രധാനമായിട്ടും കഥ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മണ്ണ്, പെണ്ണ്, പൊന്ന്, അതായത് ഈ 3 വിഷയങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഈ 3 വിഷയങ്ങളോട് കൂടി സംഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ പെണ്ണിനധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ മണ്ണും പൊന്നും, അതായത് പണത്തിനും പ്രതാപത്തിനും വേണ്ടി ശ്രമിക്കുന്നു. അതായത് സ്വന്തം സൗഹൃദം പോലും മറക്കുന്ന ശ്രമിക്കുന്ന ചില വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളാണ് കാണിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത ഈ പടം കാണുമ്പോൾ ആര് നായകൻ ആര് വില്ലൻ എന്ന് തോന്നും. കാരണം അത്രയേറെ ഇമ്പോർട്ടൻസിലാണ് പടം മുന്നോട്ട് പോകുന്നത്. കാരണം 3 പേർക്ക് നെഗറ്റീവായ റോളുണ്ട്. കാരണം അതിക്രൂരമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഓരോ വ്യക്തികൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹമായിരിക്കും ഒരു പക്ഷേ നായകൻ അല്ലെങ്കിൽ ഇദ്ദേഹമായിരിക്കും വില്ലൻ എന്ന് തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പടത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. പക്ഷേ എസ്പെഷ്യലി ഇൻ്റർവെല്ലിന് ശേഷം കഥ മുന്നോട്ട് പോകുന്ന പോലെ എൻഗേജ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എടുത്തു പറയേണ്ടതിൻ്റെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ച രീതി തന്നെയാണ്. ഗരുഡൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ കാർഡും അതിന് വരുന്ന ബാൻഡ് സ്കോറും യുവാൻ്റെ ആണ് ബാൻഡ് സ്കോർ വരുന്ന ബിജിയും അത് ഗംഭീരം തന്നെ ആയിട്ട് തന്നെയാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലോട് വരുന്ന ഒരു ഇൻ്റർവെൽ ട്വിസ്റ്റും പഞ്ചും ഒരു ഫൈറ്റ്സിയും വരുന്നുണ്ട്. ഇൻ്റർബ്ലോഗ് എന്താ പറയുക, എടുത്ത് പറയണം, അത് ഗംഭീരമായിട്ടുള്ള ഇൻ്റർവെൽ ബ്ലോഗ് തന്നെയാണ്. കാരണം സൂര്യ എന്ന് പറയുന്ന ഒരു നടൻ്റെ, കോമഡി ചെയ്യുന്ന നടൻ്റെ ഒരു സീരിയസ് ആയ റോൾ വരുന്നു. നമുക്കറിയാം വിടുതല എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷം അദ്ദേഹം വീണ്ടും സീരിയസ് റോൾ ചെയ്യുന്ന കഥാപാത്രമാണ്. എസ്പെഷ്യലി ആ കഥാപാത്രത്തിന് വേണ്ട എന്താണോ അതെല്ലാം സൂര്യക്ക് ഏറ്റിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് പോലെ തന്നെ ഓവറായിട്ടുള്ള മാസ് ഡയലോഗ് കാണിക്കുന്നില്ല. കാരണം ഒരു അടി അടിക്കുമ്പോൾ അത് അടിയാണെന്നൊക്കെ തോന്നുന്ന പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ കണ്ടു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഏറ്റിങ്ങും ആൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ആക്ഷൻസും തന്നെയാണ് ഗുഡ് ക്വാളിറ്റി. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ യൂസ്വലി പോലെ തന്നെ ഒരു നടനായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു, മോശമാക്കില്ല. ശശികുമാറിൻ്റെ മുൻ ചിത്രങ്ങളെ വെച്ച് ബെറ്റർ എന്ന് പറയാൻ തോന്നിക്കുന്ന പ്രകടനം. ശുഭദ നല്ല റോൾ തന്നെയാണ്, ഇമോഷണലായിട്ട് നല്ല രീതിയിൽ കണ്ടു ചെയ്യുന്നുണ്ട്. സമുദ്രകനി എടുത്തു പറയണം, ഒരു പോലീസ് ഓഫീസർ വേഷത്തിലാണ് സമുദ്രകനി ഈ ചിത്രത്തിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗരുഡനിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കഥ മുന്നോട്ട് പോകുന്നു, എവിടെയും ബോറടിപ്പിക്കാതെ BGM പാട്ടും മുന്നോട്ട് പോകുന്നു. കോമഡീസൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നുണ്ട്. ക്ലൈമാക്സ് എത്തുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലായിട്ട് കണ്ടു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ കണ്ടു ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല വ്യക്തികളും ദേഷ്യം തോന്നും. കാരണം ഒന്നും അറിയാത്ത അല്ലെങ്കിൽ എന്താണ് കാണിച്ചു കൂടുന്നത് തോന്നും. കാരണം പകുതി എത്തുമ്പോഴും പടം കൈവിട്ട വേറെ ധ്രുവങ്ങളിലേക്കാണ് പടം മുന്നോട്ട് പോകുന്നത്. അത് ടിപ്പിക്കൽ ഒരു തമിഴ് സിനിമ പോലെ തന്നെ കൊണ്ട് അവസാനിപ്പിച്ച് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ ക്ലൈമാക്സിലെ ആ ടിസ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. അല്ലെങ്കിൽ ആ നടൻ അല്ലെങ്കിൽ സൂര്യ എന്ന് പറയുന്ന നടനിലൂടെ തന്നെ പ്രധാനമായിട്ടും മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു തലത്തിൽ തന്നെയാണ് ക്ലൈമാക്സും കൊണ്ട് അവസാനിപ്പിച്ചിട്ടുള്ളത്. അത് എസ്പെഷ്യലി എന്താ പറയുക ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു എനിക്ക് ഗരുഡൻ കണ്ടപ്പോൾ തോന്നിയത്. തീർച്ചയായിട്ടും ഒരു ഏവറേജിന് മുകളിൽ നിൽക്കുന്ന നല്ല അനുഭവം തന്നെയാണ് ഗരുഡൻ സമ്മാനിച്ചത് എൻ്റെ അഭിപ്രായം. നമ്മുടെ ആമസോൺ പ്രൈം ചിത്രം ലഭ്യമാണ്, കാണാത്തവരും കണ്ടു നോക്കുക. അപ്പോൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ഥിരം പോലെ തന്നെ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് കാര്യം പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാത്തിരിക്കും. ബൈ ഫ്രണ്ട്സ്.